പിടിക്കപ്പെട്ടു. കെട്ടിക്കോ, അങ്ങോട്ട് കെട്ടിക്കോ. ആകാര ശക്തി എടുത്ത് കൈ ഒടിക്കരുത്. കെട്ടിക്കോ, ഒന്നുകൂടെ കെട്ടിക്കോ. നേരെ പൊക്കെ പൊക്കി. ഓ, നമ്മുടെ 3 ഘട്ടമൊക്കെ കിട്ടും. അയച്ചു നോക്കിയാ കഴിക്കാൻ പറ്റും, കഴിക്കാൻ പറ്റും. അയച്ചു നോക്കിയേ പറ്റും. കണ്ടോ. ഓ ശ്രദ്ധിച്ച്, ആ കെട്ടിയ ആൾക്ക് പോലും കെട്ടാൻ കഴിക്കാൻ പറ്റുന്നില്ല. പാസ്മാർ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് പിശാച് കെട്ടിക്കഴിഞ്ഞാൽ അഴിക്കാൻ ഭയങ്കര പാടാണ്. പിശാചിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവനെ അവിടുന്ന് രക്ഷിക്കാൻ ഭയങ്കര പാടാണ്. കണ്ടോ, ആ കെട്ടിയ ചേച്ചിക്ക് പോലും ഈ കെട്ടഴിക്കാൻ പറ്റില്ല. കാരണം അത്രയും നോക്കി ഞരമ്പൊക്കെ വെളി വന്നു. അയച്ചു കൊടുക്കും. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് സ്വാതന്ത്ര്യത്തോടെ പുറത്തു വരാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ സത്യം. പക്ഷേ പിശാചിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ആ കെട്ടിൽ നിന്ന് പുറത്തു വരാം. അപ്പോൾ ഒന്നും നോക്കി കഴിക്കാൻ പറ്റും. നോക്കി പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ യേശുവിൽ വിശ്വസിക്കുന്ന ഏത് കുഞ്ഞിനും ഏത് വലിയ ആൾക്കാർക്കും പെട്ടെന്ന് എന്ന് പറഞ്ഞ് പുറത്തു വരാനായിട്ട് കഴിയും എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ കെട്ടിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ആര് വിചാരിക്കണം? പറ. ഇവിടുത്തെ പാസ്റ്റർ വിചാരിച്ചാൽ പറ്റുമോ? നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ വിചാരിച്ചാൽ പറ്റുമോ? ഒരു പാപത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ അവനിങ്ങനെ ബന്ധപ്പെടുകയാണ്. എന്നെ ആര് വിടുവിക്കും? ഈ കെട്ടിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ അവനിങ്ങനെ ഭയപ്പെട്ട് നിരാശയടിച്ച് ഇരിക്കുമ്പോൾ യേശു പറയുന്നു, ഞാൻ നിന്നെ സ്വതന്ത്രത്തോടെ വിട്ടയക്കും. അങ്ങനെ സ്വതന്ത്രത്തോടെ നമ്മെ വിടുവിക്കുന്ന ഒരു യേശു നമ്മുടെ കൂടെ ഉണ്ട്. വിശ്വാസമുള്ളവർ 2 കരമടിച്ച്